ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന് ചേരും. തുടർ നടപടികളിൽ തീരുമാനമെടുക്കും. റിപ്പോർട്ട് വായിച്ച സംഘാംഗങ്ങൾ ഇന്ന് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് റിപ്പോർട്ട് നൽകും. സാക്ഷികളുടെ മൊഴിയെടുക്കുന്നതിലും തീരുമാനമുണ്ടാക്കും. ആർ ഋഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആർ ഋഷിപാൽ, SIT അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. SIT ഈ മൊഴി നൽകിയവരെ നേരിട്ട് കണ്ട് അവരുടെ പരാതി സ്വീകരിക്കും. ആ പരാതി അവർ നൽകുന്ന പക്ഷം അന്വേഷണത്തിലേക്ക് കടക്കും. അതല്ലെങ്കിൽ പോക്സോ ഉണ്ടെങ്കിൽ മാത്രം ഇടപെടും. അതാണ് നിലപാടല്ലേ? അരുൺകുമാർ, നേരത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സാംസ്കാരിക വകുപ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം SIT കൈമാറിയതിന് തൊട്ടു പിന്നാലെ തന്നെ അത് ഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ അത് പരിശോധിച്ചു തുടങ്ങി. അതിലെ കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തിയാണ് പ്രധാനമായും പരിശോധിച്ചത്. അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട മൊഴി നൽകിയ പലരെയും, ഈ അതിക്രമത്തിന് ഇരയായ പലരെയും ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അവരെ നേരിൽ കാണാൻ അന്വേഷണ സംഘം വരുമെന്ന കാര്യം അറിയിച്ചിരുന്നു. ഏതായാലും പരിശോധന കഴിഞ്ഞുള്ള ആദ്യ യോഗമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിന് ശേഷമുള്ള ആദ്യ യോഗമാണ്. ഏതാണ്ട് 4000-ഓളം വരുന്ന പേജുകളുണ്ട്. അത് മൊഴി പകർപ്പ്, തെളിവുകൾ ഉൾപ്പെടെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാട്സപ്പ് ചാറ്റുകൾ, വീഡിയോ ദൃശ്യങ്ങൾ, ഫോട്ടോകളുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട തെളിവുകളുണ്ട്. വളരെ ഗുരുതരമായ പരാതികളുണ്ട്, മൊഴികളുണ്ട്. എല്ലാം പരിശോധിച്ചു. ഇനി ഇതിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്നത്തെ യോഗത്തിലുണ്ടാകുക. ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ യോഗമാണ് ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് നടക്കുന്നത്. ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുക. അന്വേഷണ സംഘത്തലവനായ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ IG പർജൻ കുമാർ, ഒപ്പം DIG അജിത ബീഗം, SP-മാരായ പൂങ്കുഴലി, മെറിൻ ജോസഫ് ഉൾപ്പെടെയുള്ള V. അജിത്ത്, മധുസൂദൻ അടക്കമുള്ള എല്ലാ അംഗങ്ങളും, അന്വേഷണ സംഘത്തിലെ അംഗങ്ങളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. അവർ പരിശോധിച്ച ഭാഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇന്നത്തെ യോഗത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറും. അതിനെ തുടർന്ന് അതിൽ വിശദമായ ചർച്ച നടക്കും. അതിൽ പോക്സോ സാധ്യതയുണ്ടോ, പോക്സോ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന പരിശോധന നടത്തിയിട്ടുണ്ട്. അതടക്കം ഈ റിപ്പോർട്ടുകളിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി യോഗത്തിൽ SITയുടെ നിർണായക യോഗമാണ്. ആ യോഗത്തിന് ശേഷമായിരിക്കും എങ്ങനെയാണ് ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക. മൊഴി നൽകിയിരിക്കുന്നവരാരെങ്കിലും പരാതിയിൽ ഉറച്ചു നിന്നാൽ മാത്രമേ SIT അന്വേഷണം ഉണ്ടാവൂ. അതല്ലെങ്കിൽ പതിവ് പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരും പരാതിയിൽ ഉറച്ചു നിൽക്കാത്തതിനാൽ മൊഴികൾ രേഖപ്പെടുത്തി അന്വേഷണ സംഘം പിരിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പോക്സോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരാതിക്കാരൻ്റെ ആവശ്യമില്ല. SITക്ക് അന്വേഷണം നടത്തേണ്ടി വരും. കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. കാത്തിരിക്കാൻ നമുക്ക് SITയുടെ നിർണായക യോഗത്തിനായി.